നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ പോരാട്ടം ലോകം കണ്ടുകൊണ്ടിരുന്ന വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. ഗാസയിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞ, മാത്രമല്ല ഇസ്രായേലിനും ഒരുപാട് നഷ്ടമുണ്ടാക്കിയ വലിയൊരു പോരാട്ടമായിരുന്നു ഇസ്രായേൽ ഗാസ പോരാട്ടം. നമ്മൾ ലോകം മൊത്തം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വലിയൊരു ആശ്വാസമായി നിർത്തൽ കരാറൊക്കെ ഏർപ്പെടുകയും ഇപ്പോൾ ബന്ദികളെ വിമോചിപ്പിക്കുക എത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇസ്രായേൽ ഒരു നിർണായക വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. ഒരു വർഷത്തിലേറെ കാലമായി ബന്ദികളാക്കിയ 4 ഇസ്രായേൽ വനിതാ സൈനികരെ കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ചു. 2023 ഒക്ടോബർ 7 മുതൽ തടവിലായിരുന്ന ലിറി, നാമ, കരീന, ഡാനിയേല എന്നിവരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. 200 പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ഇതിന് പകരമായിട്ടാണ് ഹമാസ് ഇസ്രായേൽ വനിതകളെ മോചിപ്പിച്ചത്. മോചന നടപടിയുടെ ഭാഗമായി ഹമാസ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. റെഡ് ക്രോസിന് കൈമാറുന്നതിന് മുന്നോടിയായി വനിതാ സൈനികർ ഹമാസിനോട് നന്ദി പറയുന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. ഹമാസ് ഇവരെ വളരെ നന്നായി സംരക്ഷിച്ചു, പരിചരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ചൂണ്ടിക്കാട്ടി പലരും പ്രതികരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ തന്ത്രത്തിൽ വീണിട്ടില്ല. ഹമാസിന്റെ പ്രൊപ്പഗാണ്ടയാണിതെന്ന് ആരോപിച്ച ഇസ്രായേൽ മറ്റൊരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി. ബന്ദികളെ വിട്ടയക്കുന്നതുമായുള്ള കരാറിലെത്താൻ ഇസ്രായേൽ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താനായി ഹമാസ് നേരത്തെ അയച്ച ഒരു വീഡിയോ. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹമാസിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഹമാസ് പങ്കുവച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ നിർണായകമാണ്. 4 സൈനികരും ജന്മനാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ചേർന്നതിന് ശേഷമാണ് ഇസ്രായേൽ ഈ വീഡിയോ പങ്കുവച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയം. മുഖത്തും വസ്ത്രത്തിലും രക്തം പുരണ്ട നിലയിലാണ് സൈനികരെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കൈകൾ പുറകിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലാണ്. ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമോ, തനിക്ക് ഗാസയിൽ സുഹൃത്തുക്കൾ ഉണ്ടെന്നും അവരെ ഫോണിൽ വിളിക്കാൻ കഴിയുമോ എന്നും ചോദിക്കുമ്പോൾ ഹമാസ് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേൽ ഈ ഒരു സാഹചര്യത്തിൽ പങ്കുവച്ച് ഹമാസിനെ പ്രതിരോധിച്ചിരിക്കുന്നത്. ലിറി, ഡാനിയേല, കരീന, നാമ എന്നിവരുടെ ഒക്ടോബർ 7 ചിത്രങ്ങൾ നിങ്ങൾ മറക്കണമെന്നാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. അതായത് ഇവരെ തന്നെ, അതായത് ഈ ഹമാസ് ഇപ്പോൾ മോചിപ്പിച്ച ഈ 4 പേരെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന നേരത്തെയുള്ള വീഡിയോ ആണ് ഇസ്രായേൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇസ്രായേൽ ചോദിക്കുന്നത്, ഇത് ഞങ്ങൾ മറക്കുമെന്നാണോ കരുതുന്നത്? രക്തം പുരണ്ട പൈജാമ ധരിച്ച, കിടക്കയിൽ നിന്ന് വലിച്ചിഴക്കപ്പെട്ട, കൈകൾ ബന്ധിക്കപ്പെട്ട ഇവരുടെ ചിത്രങ്ങൾ, ഇതിന് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും വീഡിയോ പുറത്തുവിട്ട് ഇസ്രായേൽ കുറിക്കുകയുണ്ടായി. ഹിസ്ബുല്ല നിദാനി നദിയുടെ വടക്കൻ ഭാഗത്തേക്ക് പിൻവലിയണമെന്നും പകരം UN സമാധാന സേനയ്ക്കൊപ്പം ലെബനാൻ സായുധ സേന തെക്കൻ അതിർത്തിയിൽ നിലയുറപ്പിക്കും എന്നുമാണ് കരാർ. എന്തായാലും ഒരു വലിയൊരു മഞ്ഞുരുകലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിൽ ഇരുവരും ഏർപ്പെട്ടിരിക്കുന്നു. ബന്ദി വിമോചനം ഒക്കെ സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.